Hi everyone, എല്ലാവർക്കും ഇംഗ്ലീഷ് ചലഞ്ച് പാർട്ട് 2-ന്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇംഗ്ലീഷ് പഠനമൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കണം. ഓക്കെ, പഠിക്കാത്തവരൊക്കെ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ പഠിപ്പിച്ചു തരുന്ന ഓരോ വേർഡും ഓരോ സെൻറ്റൻസസും നിങ്ങൾ പഠിച്ചെടുത്തതിന് ശേഷം അത് ഡെയിലി ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കണം. ഓക്കെ, അങ്ങനെ ഡെയിലി ലൈഫിൽ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ലാംഗ്വേജ് കുറേ കൂടിയും അടിപൊളിയാകുള്ളൂ, സ്റ്റൈലിഷ് ആകുള്ളൂ, പവർഫുൾ ആകുള്ളൂ. ഓക്കെ, ഇപ്പോൾ വെക്കാബുലറി ഇല്ലാത്തത് കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് സംസാരം തടസ്സപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ചലഞ്ചിൽ ഈ വേർഡുകൾ പഠിപ്പിച്ചതിന് ശേഷം സെൻറ്റൻസസ് നിങ്ങളെ പഠിപ്പിക്കണം. ഓക്കെ, റെഡി? അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ 10 വേർഡുകളിലേക്കും അതിന് ചേർന്നുള്ള സെൻറ്റൻസുകളിലേക്കും പോവാം. ബുക്കും പേനൊന്നും എടുക്കാത്തവർ അതൊക്കെ എടുത്തോ, എഴുതാൻ റെഡി ആയിക്കോ. മുൻപത്തെ 2 ദിവസത്തെ വീഡിയോസ് കാണാത്തവർ എപ്പോഴെങ്കിലുമൊക്കെ സമയം ഉണ്ടാക്കി ആ വീഡിയോസ് കൂടെ കാണുന്നുണ്ട് എന്ന് മേക്ക് ഷുവർ ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന 100 വാക്കുകളും 100 വാചകങ്ങളും നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ വേർഡിലേക്ക് പോവാണ്. ബിസൈഡ്. ബിസൈഡ് ബിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരികെ. ബിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരികെ. ഓക്കെ, ഈ വേർഡ് ഒന്ന് എഴുതിയെടുത്തേ. ബിസൈഡ്, അരികെ. ഓക്കെ, ബിസൈഡ്, അരികെ. ഓക്കെ, നമ്മൾ പറയില്ലേ കം ആൻഡ് സിറ്റ് ബിസൈഡ് മീ. ഓക്കെ, കം ആൻഡ് സിറ്റ് ബിസൈഡ് മീ, വാ എന്നിട്ട് എൻ്റെ അടുത്തിരിക്കും എന്നൊക്കെ പറയും. ഓക്കെ, അരികെ ഇരിക്കും. ഓക്കെ, ബിസൈഡ്, അരികെ. ഓക്കെ, ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഓൾ റൈറ്റ്. വുഡ് യു കം ആൻഡ് സിറ്റ് ബിസൈഡ് മീ? വുഡ് യു കം ആൻഡ് സിറ്റ് ബിസൈഡ് മീ? വുഡ് യു കം ആൻഡ് സിറ്റ് ബിസൈഡ് മീ? എൻ്റെ അടുത്തേക്ക് ഒന്ന് ദയവായി വന്ന് അടുത്തിരിക്കാവോ, എൻ്റെ അടുത്ത് വന്നൊന്ന് ഇരിക്കാവോ എന്ന് ചോദിക്കുകയാണ്. വുഡ് യു കം ആൻഡ് സിറ്റ് ബിസൈഡ് മീ? ഓക്കെ, എൻ്റെ അടുത്തൊന്ന് വന്ന് ഇരിക്കാവോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ആരോടും ചോദിക്കാട്ടോ, ഇത് ഭാര്യയോടും കാമുകിയോടും കാമുകനോടും ഭർത്താവിനോടും മക്കളോടൊക്കെ ചോദിക്കാം. വുഡ് യു കം ആൻഡ് സിറ്റ് ബിസൈഡ് മീ? എൻ്റെ അടുത്ത് വന്നൊന്ന് ഇരിക്കാവോ? ഇനി നമ്മൾ രണ്ടാമത്തെ വേർഡിലേക്ക് പോവാണ്. ഫ്രീക്വൻ്റ്ലി. എന്താണ് ഫ്രീക്വൻ്റ്ലി? ഫ്രീക്വൻ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പതിവായി. ഫ്രീക്വൻ്റ്ലി, പതിവായി. ഓക്കെ, നമ്മൾ പറയില്ലേ അവൻ ഇവിടെ ഫ്രീക്വൻ്റ്ലി വരാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവിടെ ഫ്രീക്വൻ്റ്ലി ഞാൻ അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയും. ഞാൻ ഫ്രീക്വൻ്റ്ലി അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയും. ഓക്കെ, ഫ്രീക്വൻ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ വേർഡിൻ്റെ അർത്ഥം? പതിവായി എന്നാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് എഴുതിയെടുത്തേ. ഫ്രീക്വൻ്റ്ലി, പതിവായി. ഓക്കെ, ഫ്രീക്വൻ്റ്ലി, പതിവായി. ഇനി നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. ഐ സീ ഹിം ഫ്രീക്വൻ്റ്ലി. ഐ സീ ഹിം ഫ്രീക്വൻ്റ്ലി. ഞാൻ അവനെ പതിവായിട്ട് കാണാറുണ്ട്. ഐ സീ ഹിം ഫ്രീക്വൻ്റ്ലി. ഓക്കെ, ഐ സീ ഹിം ഫ്രീക്വൻ്റ്ലി. ഞാൻ അവനെ പതിവായിട്ട് കാണാറുണ്ട്. ഞാൻ അവളെ പതിവായി കാണാറുണ്ടെന്ന് എങ്ങനെയാണ് പറയുക? ഐ സീ ഹർ ഫ്രീക്വൻ്റ്ലി. ഓക്കെ, ഐ സീ ഹർ ഫ്രീക്വൻ്റ്ലി. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻ്റ്ലി എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം എന്താ? പതിവായി. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ വേർഡിലേക്ക് പോയാലോ. ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? കൃതജ്ഞത. നമ്മൾ നന്ദി എന്നൊക്കെ പറയും ഇല്ലേ? നന്ദി. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു അവരോടൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണം എന്നൊക്കെ പറയും. ഓക്കെ, നന്ദി കാണിക്കണം, കൃതജ്ഞത കാണിക്കണം. അതായത് ഒരാളൊരു ഉപകാരം ചെയ്യുന്നതിന് നമ്മൾ അവരോട് ഒരു നന്ദി കാണിക്കുക, കൃതജ്ഞത കാണിക്കുക എന്നൊക്കെ അർത്ഥം വരും. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത എന്നാണ് അർത്ഥം. ഓക്കെ, ഷീ സെൻഡ് ദം എ ഗിഫ്റ്റ് to express her gratitude. She sent them a gift to express her gratitude. Okay, എന്ന് പറഞ്ഞാൽ എന്താ? അവളുടെ നന്ദി കാണിക്കാനായിട്ട്, അവളുടെ കൃതജ്ഞത കാണിക്കാനായിട്ട് അവളൊരു ഗിഫ്റ്റ് അയച്ചു കൊടുത്തു എന്ന് പറയാം. ഓക്കെ, നമുക്കൊക്കെ അടിപൊളിയാണ് അല്ലേ? നമുക്ക് ആരെങ്കിലും ഒരാൾ ഉപകാരമൊക്കെ ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ഗിഫ്റ്റ് വരാണ്, എന്നിട്ട് അതിലൊരു താങ്ക് യു നോട്ടൊക്കെ വരാണ്, എനിക്ക് ഉപകാരം ചെയ്തു തന്നതിന് ഒത്തിരി നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഈ നന്ദി നമ്മൾ എപ്പോഴും കാണിക്കേണ്ടതാണ്. കൃതജ്ഞത എപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് കാണിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ കണ്ട സെൻറ്റൻസ് എന്താ? ഷീ സെൻഡ് ദം എ ഗിഫ്റ്റ് ടു എക്സ്പ്രസ് ഹെർ ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, അവൾ അവർക്കൊരു ഗിഫ്റ്റ് അയച്ചു കൊടുത്തു അവളുടെ നന്ദി കാണിക്കാനായിട്ട് വേണ്ടി എന്ന്. ഇനി നമ്മൾ നാലാമത്തെ വേർഡിലേക്ക് പോവാണ്. ഗോർജിയസ്. ഗോർജിയസ്. ഓക്കെ, ഞാൻ പറയാതെ തന്നെ പല ആളുകൾക്ക് ഈ വേർഡ് അറിയാം. ഗോർജിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പകിട്ടേറിയ, മോടി കൂടിയ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളൊരാളെ വളരെ ഭംഗിയിൽ ഇങ്ങനെ ഒരു നല്ലൊരു ആളെ കാണണം, നമ്മൾ പറയാം യു ലുക്ക് ഗോർജിയസ്. ഓക്കെ, യു ലുക്ക്
ഗോർജിയസ് എന്ന് പറയും. ഓക്കെ, എന്തൊരു ഭംഗിയാണ് നിന്നെ കാണാൻ, നീ വളരെ ഭംഗിയായിട്ടുണ്ട്, നീ നല്ല പകിട്ടേറി നിൽക്കുന്നുണ്ട് എന്ന് പറയും. ഓക്കെ, ഇതൊരാളെ മാത്രമല്ല, ഒരു സ്ഥലത്തിന്, ഒരു വസ്തുവിനൊക്കെ നമുക്ക് പറയാം ഇതിൽ ഗോർജിയസ് എന്ന് പറയും. ഓക്കെ, ഗോർജിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോടി കൂടിയ, പകിട്ടേറിയ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ വേർഡ് ഒന്ന് എഴുതിയെടുത്താൽ ഗോർജിയസ്, പകിട്ടേറിയ എന്നൊന്ന് എഴുതിയെടുക്കും. ഓക്കെ, അതിനുശേഷം നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. The bride looked gorgeous. The bride looked gorgeous. Okay, bride വളരെ മനോഹരിയായി കാണപ്പെട്ടു എന്ന് പറയാണ്. ഓക്കെ, ബ്രൈഡ് മണവാട്ടി വളരെ സുന്ദരിയായിട്ട് കാണപ്പെട്ടു അല്ലേ. സാധാരണ പെൺകുട്ടികളൊക്കെ കല്യാണ ദിവസം കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. കാരണം മേക്കപ്പ് ഒക്കെ ചെയ്ത് വില കൂടിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അവരെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ പറയാണ് the bride looked gorgeous. ഓക്കെ, മണവാട്ടിയെ കാണാൻ വളരെ സുന്ദരിയായിരുന്നു, വളരെ മുടിയുള്ളതായിരുന്നു എന്ന് പറയാണ്. ഇനി നമ്മൾ അഞ്ചാമത്തെ വേർഡിലേക്ക് പോകണം. അഞ്ചാമത്തെ വേർഡ് എന്താണെന്നറിയോ? ഹാർട്ട് ഫെൽറ്റ്. ഹാർട്ട് ഫെൽറ്റ്. ഓക്കെ, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഈ വേർഡ്. നമ്മൾ പറയും ഹൃദയംഗമമായ, ഇതൊക്കെ മനസ്സറിഞ്ഞ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഹൃദയത്തിൽ തൊട്ട എന്നൊക്കെ നമ്മൾ പറയും. ഹൃദയംഗമമായ, ഇപ്പോൾ ആരെങ്കിലുമൊക്കെ മരിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോർമലി അയക്കുന്നതാണ് ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസസ് എന്നൊക്കെ പറയും അല്ലേ. അപ്പം എൻ്റെ ഹൃദയംഗമമായിട്ടുള്ള ഒരു വിഷമമൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഓക്കെ, ഹാർട്ട് ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയംഗമമായ, മനസ്സറിഞ്ഞ, മനസ്സ് തൊട്ടിട്ടുള്ള എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഈ വേർഡ് എഴുതിയെടുക്കാത്തവരൊന്ന് എഴുതിയെടുക്കണം. എങ്ങനെയാണ്? ഹാർട്ട് ഫെൽറ്റ്, ഹൃദയംഗമമായ. പ്ലീസ് അക്സെപ്റ്റ് മൈ ഹാർട്ട് ഫെൽറ്റ് അപ്പോളജീസ്. പ്ലീസ് അക്സെപ്റ്റ് മൈ ഹാർട്ട് ഫെൽറ്റ് അപ്പോളജീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ തെറ്റൊക്കെ നമ്മൾ ചെയ്തു, നമുക്കതൊരു വലിയ ക്ഷമാപണം ചോദിക്കണം. അപ്പം ആ ക്ഷമാപണം ചോദിക്കാനായിട്ട് നമ്മൾ പറയണം, വെറുതെ ക്ഷമ ചോദിക്കല്ല, എൻ്റെ മനസ്സറിഞ്ഞിട്ടാട്ടോ ഞാൻ ക്ഷമ ചോദിക്കണേ, എൻ്റെ ഹൃദയത്തിൽ തൊട്ടിട്ടാണ് ഞാൻ ക്ഷമ ചോദിക്കണേ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ പറയണം, ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് മനസ്സറിഞ്ഞ് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. പ്ലീസ് അക്സെപ്റ്റ് മൈ ഹാർട്ട് ഫെൽറ്റ് അപ്പോളജീസ്. ഓക്കെ, എൻ്റെ മനസ്സറിഞ്ഞിട്ടുള്ള ക്ഷമ നിങ്ങൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ ക്ഷമ പറയാണ് എന്ന് പറയാണ്. അപ്പോൾ നമ്മളിനി ആറാമത്തെ വേർഡിലേക്ക് പോവാണ്. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള വേർഡാണ് ഹാർവെസ്റ്റ്. എന്താണ് അതിൻ്റെ അർത്ഥം? വിളവെടുപ്പ്. എന്താണ് ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? വിളവെടുപ്പ്. ഇത് ഹാർവെസ്റ്റ് ടൈമാണ്, നമ്മൾ വിളവെടുപ്പിൻ്റെ സമയമാണ് എന്നൊക്കെ പറയും. ഓക്കെ, ഹാർവെസ്റ്റ്, വിളവെടുക്കുക എന്ന്. ഓക്കെ, അത് കൃഷിയിൽ മാത്രമല്ല, ഇപ്പം എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരുന്നതിനും പലപ്പോഴും നമ്മൾ ഹാർവെസ്റ്റ് ഒക്കെ എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഓക്കെ, പലപ്പോഴും ഇത് നമ്മൾ പെർട്ടിക്കുലറായിട്ടും പറയാം, വിളവെടുപ്പ്, ഒരു കൃഷിയൊക്കെ ചെയ്ത് അതിൻ്റെ ഫലങ്ങളൊക്കെ സ്വീകരിക്കുന്ന സമയത്തിനാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിളവെടുപ്പ്. പിന്നെ നമ്മളൊരു കർഷകൻ്റെ ആംഗിളിൽ തന്നെ നിന്നിട്ട് പറയാം, we had a good harvest this year. We had a good harvest this year. Okay, we had a good harvest this year എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ വർഷം ഞങ്ങൾക്ക് നല്ല വിളവുണ്ടായിരുന്നു, നല്ല വിളവെടുപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയണം. ഓക്കെ, വി ഹാഡ് എ ഗുഡ് ഹാർവെസ്റ്റ്. ഓക്കെ, നമ്മുടെ നാട്ടിലെ കർഷകർക്കും അതുപോലെ തന്നെ സംഭവിക്കട്ടെ. കാലാവസ്ഥയൊക്കെ മാറിയിട്ടിരിക്കുന്നതുകൊണ്ട് അവരും വലിയ വിഷമത്തിലാണ്. ഓക്കെ, സോ വി ഹാഡ് എ ഗുഡ് ഹാർവെസ്റ്റ് ദിസ് ഇയർ. ഓക്കെ, അപ്പോൾ ഹാർവെസ്റ്റ്, വിളവെടുപ്പ് എന്നൊന്ന് കറക്റ്റായിട്ട് എഴുതിക്കോ. ഈ സെൻറ്റൻസും കൂടെ എഴുതി വെച്ചോ. അതിനുശേഷം ഇനി നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അതും അതിൻ്റെ കൂടെ എഴുതി വെക്കുക കേട്ടോ. ഇനി നമ്മൾ ഏഴാമത്തെ വേർഡിലേക്ക് പോവാണ്, ഇംപ്രോപ്പർ. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ളത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വേർഡ് എന്താണ്? ഇംപ്രോപ്പർ. ഇംപ്രോപ്പർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, പ്രോപ്പർ എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ട്, വളരെ അക്യുറേറ്റ് ആയിട്ടെന്നൊക്കെയാണ് നമ്മൾ പറയുക. ഇംപ്രോപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അനുചിതമായ, യോജിച്ചതല്ലാത്തത് എന്നൊക്കെ വരും അർത്ഥം. എങ്ങനെ? അനുചിതമായ, അനുചിതമായ, ആ കറക്റ്റ് സ്ഥലത്തല്ല, അത് യോജിച്ചതല്ല എന്നൊക്കെ പറയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. He would never be improper. ഓക്കെ, അവനൊരിക്കലും തെറ്റായി പോവില്ല, അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്ന ആളാണ്, അവനങ്ങനെ യോജിച്ചതല്ലാത്തതൊന്നും ചെയ്യില്ല എന്ന് പറയാണ്. ഓക്കെ, എങ്ങനെ? He would never be improper. ഓക്കെ, അപ്പോൾ ഈ വേർഡ് എഴുതിയെടുക്കാത്തവർ വേർഡ് എഴുതിയെടുക്കുക, സെൻറ്റൻസും എഴുതിയെടുക്കുക. ഇനി നമ്മൾ എട്ടാമത്തെ വേർഡിലേക്ക് പോകണം. കീൻ. കീൻ. കീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അവൻ വളരെ കീനാട്ടോ എന്നൊക്കെ പറയും. ഓക്കെ, ഇതിൻ്റെ അർത്ഥം തീക്ഷ്ണതയുള്ള. തീക്ഷ്ണതയുള്ള എന്താണ് അർത്ഥം? തീക്ഷ്ണതയുള്ള. കീൻ, തീക്ഷ്ണതയുള്ള. ഓക്കെ, എൻ്റെ കുട്ടി വളരെ കീനാണ് എന്ന് നമുക്ക് പറയാം. എൻ്റെ കുട്ടി വളരെ തീക്ഷ്ണതയുള്ള ആളാണ്, അല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റ് വളരെ കീനാണോ. ഓക്കെ, അവൻ വളരെ കീനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ, അവൻ വളരെ തീക്ഷ്ണതയുള്ള ആളാണ് ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, കീൻ, തീക്ഷ്ണതയുള്ള. നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം.
She is a keen tennis player. She is a keen tennis player. Okay, അവൾ ടെന്നീസ് കളിക്കുന്നതിൽ വളരെ തീക്ഷ്ണതയുള്ള ആളാണ്, വളരെ കീനാണ് എന്നൊക്കെ പറയാണ്. ഓക്കെ, അല്ലെങ്കിൽ മൂർച്ചയുള്ള എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഒരു ഏരിയയിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളെന്നൊക്കെ കീൻ അർത്ഥങ്ങളുണ്ട്, പല അർത്ഥങ്ങളുണ്ട്. നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് തീക്ഷ്ണതയുള്ള എന്നുള്ളതാണ്. ഇനി നമ്മൾ 9ാമത്തെ വേർഡിലേക്ക് പോവാണ്. വളരെ പരിചിതമായിട്ടുള്ള വേർഡാണ് പെർമിറ്റ്. പെർമിറ്റ്. ഓക്കെ, പെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുവാദം, അല്ലെങ്കിൽ അനുവാദം കൊടുക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഓക്കെ, നമ്മളൊരു വേർഡ് എപ്പോഴും കേട്ടിട്ടുള്ളതാണ് പെർമിഷൻ, അല്ലേ? പെർമിഷൻ. ഓക്കെ, അതിൻ്റെ ഒരു ഷോർട്ടൊക്കെ ആയിട്ട് നമുക്ക് പറയാം പെർമിറ്റ്. പെർമിറ്റ്. ഓക്കെ, പെർമിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അനുവാദം എന്നാണ്. അതിൻ്റെ ഒരു എക്സാക്ട് വേർഡാണ് പെർമിറ്റ്, അനുവാദം. അനുവാദം. ഓക്കെ, ഒന്ന് എഴുതിയെടുത്തോ, പെർമിറ്റ്, അനുവാദം. Playing loud music is not permitted after 10 p.m. Playing loud music is not permitted after 10 p.m. Okay, 10 മണിക്ക് ശേഷം ഉറക്കെയുള്ള പാട്ടുകൾ വെക്കുന്നതൊക്കെ പെർമിറ്റഡ് അല്ല, അനുവദനീയമല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അനുവാദം, അല്ലെങ്കിൽ അനുവാദം കൊടുക്കൽ. ഇനി നമ്മൾ 10ാമത്തെ അവസാനത്തെ വേർഡിലേക്ക് പോവാണ്, ക്യാരി. ക്യാരി. ഓക്കെ, ക്യാരി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാവുന്നതാണ്, ഐ നീഡ് ടു ക്യാരി ഇറ്റ്. ഓക്കെ, ഞാനിത് വഹിക്കണം, എടുത്തുകൊണ്ട് പോകണം എന്നൊക്കെ പറയും. ഓക്കെ, ക്യാരി എന്ന് പറഞ്ഞാൽ എന്താണ്? വഹിക്കുക. ക്യാരി എന്ന് പറഞ്ഞാൽ വഹിക്കുക, എടുക്കുക, കൊണ്ടുപോവുക എന്നൊക്കെ പറയും. ഓക്കെ, ക്യാരി, വഹിക്കുക. ഓക്കെ, വഹിക്കുക. ഒന്ന് എഴുതി വെച്ചോ, ക്യാരി, വഹിക്കുക. വുഡ് യു ലൈക്ക് മീ ടു ക്യാരി യുവർ ബാഗ് ഫോർ യു? വുഡ് യു ലൈക്ക് മീ ടു ക്യാരി യുവർ ബാഗ് ഫോർ യു? ഓക്കെ, ഞാൻ നിൻ്റെ ബാഗ് നിനക്ക് വേണ്ടി കൊണ്ടു നടക്കണോ, വഹിക്കണോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഒരു ഭാരമുള്ള ഒരു ബാഗ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചോദിക്കണം, ഞാൻ സഹായിക്കണോ, ഞാൻ എടുക്കണോ എന്നൊക്കെ. ഓക്കെ, ഇപ്പോൾ ക്യാരി എന്ന് പറഞ്ഞാൽ എന്താണ്? വഹിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 10 വാക്കുകളും അതിൻ്റെ അർത്ഥവും അവ വെച്ചിട്ടുള്ള സെൻറ്റൻസസുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ, ഇതെല്ലാം എഴുതിയെടുത്തിട്ടുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യണം. എഴുതിയെടുത്താൽ മാത്രം പോരാട്ടോ, ഇന്ന് മുതൽ ഇത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങണം. നമ്മൾ പെർപ്പസ്ഫുള്ളി ഈ വേർഡൊക്കെ എവിടെയെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്തിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് മാത്രം പ്രാക്ടീസ് ചെയ്താൽ പോരാ, അടുത്ത ആഴ്ച നമ്മുടെ അടുത്ത ദിവസത്തെ വീഡിയോ ഇറങ്ങുന്നത് വരെ ഓരോ ദിവസവും ഈ 10 വാക്കുകൾ എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്താൽ ഒരാഴ്ച കൊണ്ട് ഈ വേർഡ് നമുക്ക് വളരെയധികം ഉള്ളിലേക്ക് കയറും. ഓക്കെ, വീണ്ടും പറയുകയാണ്, ആദ്യത്തെ 2 വീഡിയോസ് ഇതിൻ്റെ കാണാത്തവർ പ്ലേലിസ്റ്റിലുണ്ട്, നമുക്ക് ധൈര്യമായിട്ട് ചെന്ന് കാണാം. കണ്ടാൽ മാത്രം പോരാട്ടോ, വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളെപ്പോലെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് പോലെ നമ്മുടെ ചുറ്റിനുള്ള എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കണം, എല്ലാവരും ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം. എന്നാലുള്ള ഗുണം എന്താണെന്ന് അറിയോ? നമുക്ക് അവരായിട്ട് പരസ്പരം ലാംഗ്വേജൊക്കെ സംസാരിച്ച് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓൾറൈറ്റ്, അപ്പോൾ ഇനി വീണ്ടും നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് ഗ്രാമാറ്റിക്കൽ എറേഴ്സൊക്കെ തിരുത്തി പേഴ്സണൽ കോച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ പേഴ്സണൽ ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്. 25 മിനിറ്റ്സൊക്കെ ഒരു ദിവസം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം ആയിട്ട്, അതൊക്കെ ഞങ്ങളുടെ ട്രെയിനറും നിങ്ങളും മാത്രമേ ഉണ്ടാകുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് സെഷൻ അറ്റൻഡ് ചെയ്യാം. ഇനി സാറേ എൻ്റെ കയ്യിൽ വലിയ എമൗണ്ടൊന്നുമില്ല, വളരെ കുറച്ച് കാശേ ഉള്ളൂ, എന്നാലും എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആക്സെൻ്റയിൽ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത പറയുകയാണ്. നമുക്ക് ഗ്രൂപ്പ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലൈവ് പ്രാക്ടീസോട് കൂടെയുള്ള ഗ്രൂപ്പ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ എമൗണ്ടിന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ഗ്രൂപ്പ് ക്ലാസ്സുകൾക്കും പേഴ്സണൽ ട്രെയിനിങ്ങിനൊക്കെ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും. ഞാൻ എല്ലാ വീഡിയോയ്ക്ക് ശേഷം ഇത് പറയുന്നതിൻ്റെ ഒരു മേജർ റീസൺ, നമ്മൾ വീഡിയോസ് കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുക. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ 4ാമത്തെ ദിവസമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. അണ്ടിൽ ദെൻ ഇസ് ബൈ ഫ്രം ലിൻറ്റോ.